ビニシウスへさあチャンスシュートきた先制ゴールインチャンスSo hi guys, welcome back to a new video. So ഇന്നത്തെ വീഡിയോ is a review of the big time Frank Lampard. 2 വർഷം മുമ്പേ ഇറങ്ങിയ കാർഡിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. കാരണം ഐ വുഡ് സേ എന്നെ സർപ്രൈസ് ചെയ്തു ലംപാർഡ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ എനിക്ക് ആ 30th ആനിവേഴ്സറിയുടെ പാക്കിൽ നിന്ന് ഐ വാണ്ടഡ്, എനിക്ക് റൈക്കാർഡും റൊണാൾഡിഞ്ഞോ റോബർട്ടോ കാർലോസും മതിയായിരുന്നു. ലംപാർഡിനെ റിവീൽ ചെയ്ത സമയത്ത് ലംപാർഡ് കൊള്ളില്ല എന്നൊക്കെ ഞാൻ കുറേ ഒന്ന് എടുത്ത് പറഞ്ഞതാണ്. പക്ഷേ എന്നെ സീരിയസ്ലി ലംപാർഡിനെ സർപ്രൈസ് ചെയ്ത് കളഞ്ഞു. So this video is a review of the Lampard. Okay, നിങ്ങൾക്ക് ലംപാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ട്രൈ ഔട്ട് എൻ്റെ റിവ്യൂ കണ്ട് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ദീസ് ആർ ദ സ്റ്റാറ്റ്സ് ഐ വെൻറ്റ് ഫോർ. എൻ്റെ പ്രോഗ്രഷൻ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല, കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്ലേയിങ് സ്റ്റൈലാണ്. പക്ഷേ ഐ വുഡ് റെക്കമെൻഡ് നിങ്ങളെന്താ 80 സ്പീഡ് 80 ആക്സിലറേഷൻ ബിൽഡ് കൊടുക്കാൻ നോക്കുക. എന്നാൽ അതിൽ കൂടുതൽ പോയിൻറ്റ്സ് നിങ്ങൾ 80 സ്പീഡിന് എബോ 80 ആക്സിലറേഷൻ എബോ എന്തായാലും റൈക്കാർഡ് പോകത്തില്ല. ലംപാർഡ് പോകത്തില്ല. എന്താ പറയുക, ഇറ്റ് വുഡ് ബി എ വേസ്റ്റ് ഓഫ് യുവർ പ്ലെയർ പ്രോഗ്രഷൻ. അതുപോലെ തന്നെ അഡീഷണൽ പൊസിഷനിൽ ഹീ പ്ലേസ് ഓൾ അലോങ് ദ മിഡ്ഫീൽഡ്. DMF ഇട്ടിട്ട് കാര്യമില്ല. ബട്ട് ഐ വുഡ് സജസ്റ്റ് യു ടു ഗീവ് ആൻ SS പൊസിഷൻ ഇട്ട് കളിപ്പിക്കുന്നത് നല്ലതായിരിക്കും. നൗ ഓൺ ടു ഹിസ് റിവ്യൂ. ലംപാർഡിൻ്റെ ഡീമെറിറ്റ്സ് ആദ്യം എടുത്ത് പറയാം. എന്താണ് ലംപാർഡിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം? രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഒബ്വിയസ്ലി ആളുടെ പേസ് തന്നെയാണ്. ആൾക്ക് 80 സ്പീഡ് 80 ആക്സിലറേഷൻ കൊടുക്കാനേ പറ്റത്തുള്ളൂ. അതിൽ കൂടുതൽ കൊടുത്താൽ അത് നമ്മുടെ പ്രോഗ്രഷൻ പോയിൻറ്റ് ബാക്കിയുള്ള സ്റ്റാറ്റ്സ് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. സോ ലംപാർഡിൻ്റെ ഏറ്റവും വലിയ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആളുടെ പേസ് തന്നെയാണ്. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ്, ഇപ്പോഴത്തെ കറൻറ്റ് മെറ്റ അനുസരിച്ച് ഇപ്പോൾ കറൻറ്റ് മെറ്റയിൽ എന്താ പറയുക, നിമ്പിളും ഫാസ്റ്റും അടിപൊളി ഡ്രിബിളിംഗ് ഒക്കെ ഉള്ള ഹോൾ പ്ലെയേഴ്സാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഡ്രിബിളിങ്ങിൻ്റെ കേസിൽ ഐ വുഡ് സേ ലംപാർഡിന് ഞാൻ 90 ബോൾ കൺട്രോളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹീ ക്യാൻ ഡ്രിബിൾ. പക്ഷേ ആൾക്ക് ഡ്രിബിളിംഗ് സ്കിൽസ് ഇല്ല. അത് നമ്മൾ അഡീഷണലായിട്ട് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ യു ഹാവ് ടു പുട്ട് ആൻ എഫേർട്ട്, ലൈക്ക് ആളെ കൊണ്ട് ഡ്രിബിൾ ചെയ്യിപ്പിക്കണമെങ്കിൽ. പക്ഷേ ഒരു മിനി ഹുള്ളിറ്റ് ടൈപ്പാണ് ഫ്രാങ്ക് ലംപാർഡ്. ഹീ ക്യാൻ കൈൻഡ് ഓഫ് ഡ്രിബിൾ ഒരു ആവറേജ് ആയിട്ടുള്ള ഡ്രിബിളിംഗ് ആണ്. അതിനോടൊപ്പം തന്നെ ഹീ ക്യാൻ എന്താ പറയുക, ഐ ടോക്ക് അബൌട്ട് ദ മെറിറ്റ്സ് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. സോ ഈ 2 ഡീമെറിറ്റ്സാണ് എനിക്ക് ലംപാർഡിൽ തോന്നിയത്. ഒന്ന് ആളുടെ പേസ്, 2 ആളുടെ ഡ്രിബിളിംഗ് ആണ്. രണ്ടാമത്തെ, നൗ വെൻ ഇറ്റ് കംസ് ടു ഹിസ് മെറിറ്റ്സ്, എന്താണ് എനിക്ക് ലംപാർഡിൽ ഇഷ്ടപ്പെട്ട കാര്യം, ലൈക്ക് ആ ഒരു ഇഷ്ടപ്പെട്ടിലാണ് ഞാൻ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഹീ പ്ലേസ് ബെറ്റർ ദാൻ ഹിസ് സ്റ്റാറ്റ്സ്. എന്നെ സർപ്രൈസ് ചെയ്തത് അത് തന്നെയാണ്. ലംപാർഡിൻ്റെ സ്റ്റാറ്റ്സ് നോക്കിയിട്ട് ഐ വാസ് റിയലി ഡിസപ്പോയിൻറ്റഡ്. പക്ഷേ ആളെ കളിപ്പിച്ചപ്പോൾ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ലംപാർഡ് ഈസ് എവരിവെയർ. ലംപാർഡ് എല്ലായിടത്തും ഉണ്ട്. ലൈക്ക് ലംപാർഡിനെ കളിപ്പിക്കുമ്പോൾ ഡിഫെൻഡ് ചെയ്യുമ്പോഴും ലംപാർഡ് മിഡ്ഫീൽഡിലുണ്ട്, അറ്റാക്ക് ചെയ്യുമ്പോഴും ലംപാർഡ് അവിടെ ഉണ്ട്. ലൈക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. ഹീ ഈസ് ഓൾവേസ് ഓൺ ദ റൈറ്റ് പൊസിഷൻ വെൻ ഇറ്റ് കംസ് ടു ഗീവിങ് എ പാസ്, അല്ലെങ്കിൽ ഒരു ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റി ആയാലെങ്കിലും, ഒരു ഗോൾ സ്കോറിങ് പാസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയാലും ലംപാർഡ് എപ്പോഴും അവിടെ ഉണ്ട്. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഓപ്പർച്യൂണിറ്റി മെജോറിറ്റി ഓഫ് ദ ടൈം ആൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആളുടെ പേസ് കുറഞ്ഞുകൊണ്ട് തന്നെ അതൊരു വലിയ ഇഷ്യൂ ആണ്. ബട്ട് എന്നാലും ആളെപ്പോഴും എല്ലായിടത്തും ഉണ്ട്. ഡിഫെൻഡ് ചെയ്യുമ്പോഴും ആളുണ്ട്, അറ്റാക്ക് ചെയ്യുമ്പോഴും ആളുണ്ട്, എപ്പോഴും ഹീ ഈസ് ഓൾവേസ് ഓൺ ദ റൈറ്റ് പൊസിഷൻ. അതാണ് എനിക്ക് ലംപാർഡിൻ്റെ ഇഷ്ടപ്പെട്ടൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഒബ്വിയസ്ലി ഹിസ് പാസിങ് ഇസ് അനദർ ലെവൽ. പിർലോ, ക്രൂസ്, എന്താ പറയുക, ബെക്കം, എവരുടെയൊക്കെ ആ ഒരു ലെവൽ ഓഫ് പാസിങ്ങിലാണ് ഫ്രാങ്കിൻ്റെ പാസ് എനിക്ക് തോന്നിയത്. കിട്ടിലും വെയ്റ്റഡ് പാസസ് ആണ്. ഹിസ് പാസസ് ആർ ഇൻസെയിൻ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആളെപ്പോഴും ഒരു കറക്റ്റ് പൊസിഷനിൽ നിൽക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ആളുടെ ഇത്രയും നല്ല പാസിങ് എബിലിറ്റിയും കൂടെ ഉള്ളപ്പം ഹീസ് ലീത്തൽ. അത് തന്നെയാണ് ആളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എന്താ പറയുക, എപ്പോഴും ഒരു നല്ല പൊസിഷൻ കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ആ പൊസിഷനിൽ നിന്ന് ഒരു ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ലംപാർഡിന് ഈസി ആയിട്ട് പറ്റും. ലൈക്ക് അതാണ് എനിക്ക് ലംപാർഡിലോട്ട് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ടു ബി ഫ്രാങ്ക് കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിന് മുന്നേ വന്ന ക്യാമ്പയിനിലൊക്കെ ഇഷ്ടംപോലെ ഫ്രീ പ്ലെയേഴ്സ് ലൈക്ക് നക്കാറ്റ, ക്രിമാസ്കി, ഇതുപോലെ ഇഷ്ടംപോലെ ഹോൾ പ്ലെയേഴ്സ് കൊണാമി തന്നിട്ടുണ്ട്. ബട്ട് ലൈക്ക് ഒരു ലെജൻഡാണ്. യു ക്യാൻ ട്രൈ. സ്ക്വാഡിൽ ഉണ്ടെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് മോശമൊന്നുമില്ല, നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം.
സോ ദിസ് ഇസ് മൈ ഒപ്പീനിയൻ. നിങ്ങൾക്ക് ലംബാർഡ് കിട്ടിയാൽ നിങ്ങൾ കളിപ്പിച്ച് നോക്കുക. അതിൻ്റെ ഒപ്പീനിയൻ നിങ്ങൾക്ക്, നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക. ആൻഡ് ഇഫ് യു ഹാവ് എനി suggestions for the about this video or any comments or opinions, just let me know in the comments. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ 2 വീഡിയോയ്ക്കും നല്ല റെസ്പോൺസ് കിട്ടി. താങ്ക്സ് ഫോർ ദാറ്റ്. സോ പീസ്. 大きなチャンスを得ました。いやね、PK での追加点はね、結構。これを決めて追加点。